عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. ചില വിദ്യാർത്ഥിനികളൊക്കെ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും നോട്ട് അയക്കുകയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ സന്തോഷം. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റൂട്ടീനിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇബാദത്തിൻ്റെ റൂട്ടീൻ. സുബഹി തഹജ്ജുദ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സുബഹിയുടെ ബാങ്ക് പ്രതീക്ഷിച്ചിരുന്ന് സുബഹിയുടെ ബാങ്കിന് ശേഷം പുരുഷന്മാരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ സുന്നത്ത് നിസ്കരിച്ചതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ പറഞ്ഞു. നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിലെത്തി തഹിയ്യത്തിൻ്റെ സുന്നത്ത് നിസ്കരിച്ച് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ദുആ നമ്മൾ ചൊല്ലുന്നു. പിന്നെ ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത് എന്ന സമയത്ത് പള്ളിയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ശേഷം സുന്നത്തൊക്കെ നിസ്കരിച്ച് ഈ ദുആ ഒക്കെ ചൊല്ലി അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിനി പറയുന്നത്. ഫൈദാ ഫറഗത മിന ദുആയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ ഫലാ തസ്തഗ്ഇൽ ഇലാ വഖ്തിൽ ഫർള് നിസ്കരിക്കുന്നത് വരെ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല. ഇല്ലാ ബിഫിക്രിൻ, നല്ല ചിന്തയുമായിട്ട്. അവിടെ ചില പകർപ്പുകളിൽ ദിക്ർ എന്ന് കാണുന്നുണ്ട്. അപ്പം നല്ല ദിക്റുകളുമായിട്ടും അല്ലാതെ ബന്ധപ്പെടരുത്. തസ്ബീഹുമായിട്ടും ഖിറാഅത്ത് ഖുർആൻ പാരായണവുമായിട്ടും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക, തസ്ബീഹ് ചൊല്ലുക, ദിക്ർ ചൊല്ലുക പോലെയുള്ള ഖൈറായ മുകളുമായിട്ട് നിസ്കരിക്കുന്നത് വരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഫൈദാ സമീത്തൽ അദാന, നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് കേട്ടാൽ ഫിയാസന ഇദാലിക്ക, ഇതിനിടയിൽ കേട്ട് കഴിഞ്ഞാൽ ഫഖ്തഅ മാ അൻത ഫീഹി, നീ ഉള്ള കാര്യത്തെ നീ ചെയ്യുന്ന ദിക്റുകളൊക്കെ നിർത്തിവെക്കുക. അഷ്തഗൽ ബി ജവാബി അതിന് ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഉത്തരം നൽകുക. നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, സാധാരണ പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് ബാങ്ക് കേട്ട് വീട്ടിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്ന് ബാങ്ക് കേട്ട് ഈ സുന്നത്തൊക്കെ നിസ്കരിച്ച ശേഷം ഏതാണ് കേൾക്കുക? നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇഖാമത്താണ് കേൾക്കുക. ഇഖാമത്ത് കേട്ടാലും നമ്മൾ ശേഷം പറയുന്നുണ്ട് ഇഖാമത്തിനും എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇഖാമത്തിനും ജവാബ് പറയണം എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് സമയമായെന്ന് അറിയിക്കാനാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം നിസ്കാരത്തിൻ്റെ മുമ്പ് ഏതില്ല, പ്രത്യേകം പള്ളിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബാങ്ക് കൊടുക്കാറില്ല. എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ നിസ്കരിക്കുമ്പോൾ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ബാങ്ക് കൊടുത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് പിന്നെ എന്ത് ചെയ്യാം? ഇഖാമത്ത് കൊടുത്ത് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ഓക്കെ, തുറന്ന് നിസ്കരിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, സ്ത്രീകളും അവിടെ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾക്ക് ഇഖാമത്ത് സുന്നത്തുണ്ടല്ലോ ബാങ്കില്ലെങ്കിലും. അപ്പോൾ ഇഖാമത്ത് എപ്പോഴും എല്ലാ നിസ്കാരങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അങ്ങനെ ബാങ്കിന് ജവാബ് പറയുക. ഫൈദാ ഖാലിൽ മുഅദ്ദിന് വിശദീകരണമാണ്. മുഅദ്ദിന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വഖുൽ മിസ്ല ദാലിക, അതുപോലെ പറയുക. കദാലിക ഫി കുല്ലി കലിമത്തിൻ ഇല്ലാ ഫിൽ ഹയ്യ അലത്തൈനി ലാ ഹൗല വലാ അസ്സലാത്തു ഖൈറും ഹയ്യ അലസ്സലാ ഹയ്യ ലിൽ ഫലാ എന്ന് പറയുന്ന രണ്ട് ഹയ്യ അലകളുണ്ടല്ലോ. അതിലൊഴികെയുള്ളതിലൊക്കെ ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയുക. ഹയ്യ അലസ്സലാ ഹയ്യ അലിൽ ഫലാ എന്നതിൽ ഫഖുൽ ഫീഹിമ, അതിൽ നിങ്ങൾ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയണം. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇദാ ഖാല അസ്സലാത്തു ഖൈറും മിന്നൗം, സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിന്നൗം എന്ന് ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയുന്നത് സദഖ്ത വബരിറത അനാല ദാലിക മിന ഷാഹിദീൻ എന്ന് പറയാം. ഫൈദാ സമീഅത ഇഖാമത, ഇഖാമത്ത് കേൾക്കുമ്പോഴോ ഫഖുൽ മിസ്ല മാ യഖൂൽ, അതുപോലെ തന്നെ പറയണം. ഇല്ലാ ഫീ ഖൗലി ഖദ് ഖാമത്തിസ് സ്വലാത്ത്, ഖദ് ഖാമത്തിസ് സ്വലാത്ത് എന്നതിലൊഴികെ. അപ്പോൾ ഹയ്യ അലസ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം എന്ന് പറയും. ഖദ് ഖാമത്തിസ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഫഖുൽ അഖാമഹുല്ലാഹു വഅദാമഹ മാദാമത്തിസ് സമാവാതു വൽ അർദ് എന്ന ദിക്റാണ് പറയേണ്ടത്. ഫൈദാ ഫറഗ്ത മിൻ ജവാബിൽ മുഅദ്ദിനി, ബാങ്ക് കൊടുക്കുന്ന ആൾക്കുള്ള ജവാബിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബാങ്കിന് നമ്മൾ ജവാബ് പറഞ്ഞു കഴിഞ്ഞാൽ ഫഖുൽ, അതിനുശേഷം നമ്മൾ പറയേണ്ടത് ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൻദ ഹുദൂരി സ്വലവാതിക വഅസ്വാതി ദുആതിക വഇദ്ബാറ ലൈലിക വഇഖ്ബാലി നഹാരിക അൻ തൂതിയ മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅത്ഹുൽ മഖാമൽ മഹ്മൂദ് അല്ലദീ വഅദ്തഹു ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ യാ അർഹമർ റഹീമീൻ എന്നാണ് നമ്മൾ സാധാരണ പഠിച്ചത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമത്തി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ. അവിടെ വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ എന്ന് അത് പറയാതെ വർസുഖ്നാ ശഫാഅതഹു എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. തങ്ങളുടെ സഹായവും ശുപാർശയൊക്കെ അങ്ങനെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നന്നാവും. പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫൈദാ സമയത്തല്ല അതാണ് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ വൻതഫി സ്വലാത്ത്, നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തമ്മീമി സ്വലാത്ത, അപ്പോൾ പിന്നെ നിസ്കാരത്തിൻ്റെ ഇടയിൽ വേറെ എന്ത് കേട്ടാലും അതിന് ഉത്തരം നൽകാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ നിസ്കാരം എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക. സുമ്മ തദാറക്കിൽ ജവാബ ബാദ സലാമി അലാ വജ്ഹി, പിന്നെ ആ ബാങ്കിന് ജവാബ് പറയാം. ഏതുപോലെ തന്നെ നമ്മൾ പറയേണ്ട രൂപത്തിൽ പറയാം. അല്ലാഹു അക്ബർ ഓർത്ത് അല്ലാഹു അക്ബർ പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളടത്ത് തന്നെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളടത്ത് തന്നെ ഹയ്യ അലസ് സ്വലാത്ത് എന്നുള്ളടത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അതങ്ങനെ നമ്മൾ ആ റൂട്ടിൽ അങ്ങനെ പറഞ്ഞു പോവുക. എന്നിട്ട് ലാസ്റ്റ് ആ ദുആ ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, സുന്നത്തുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അനുവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.